സാംസ്കാരിക തനിമയോടെ കോഴിക്കോടിന്റെ ന്യൂ ഇയർ ആഘോഷം. മാനാഞ്ചിറയിലും ബീച്ചിലുമെല്ലാം ഒത്തുകൂടിയത് ആയിരങ്ങളാണ്. ആർത്തുവിളിച്ചും പാട്ടുപാടിയും കൂട്ടുകൂടിയും ഒരു നൊസ്റ്റാൾജിക് ന്യൂ ഇയർ ആഘോഷമായിരുന്നു കാണാൻ കഴിഞ്ഞത്. പുതുവത്സരത്തെ വർണ്ണാഭമായാണ് കോഴിക്കോട്ടുകാർ വരവേറ്റത്. നൂറ്റാണ്ടുകളുടെ കഥ പറഞ്ഞ് മാനാഞ്ചിറയിലെ ലൈറ്റ് ഷോ. കടൽ തീരത്താകട്ടെ ആരെയും ആകർഷിക്കുന്ന വർണ്ണ വിസ്മയങ്ങളും. സൂപ്പറായിരുന്നു. 2024 ഇനി എന്തൊക്കെ ചെയ്യും? 2024 2023 ഒന്നുമില്ല. നമുക്ക് 2023 ആയാലും 2024 ആയാലും ഒരേ അനുഭവം തന്നെ ആയിരിക്കും. നമുക്ക് പെർഫോമൻസ് ആണ് മാനാഞ്ചിറ ഉള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ആളുകൾ, നേരത്തെ എല്ലാവരെക്കാളും ഒരുപാട് ആളുകൾ നന്നായി തിങ്ങിക്കൂടിയിട്ട് നല്ല അഭിപ്രായമാണ് ഈ ഒരു സംഭവത്തിനെ പറ്റിയാണ്. ലൈറ്റ് ആൻഡ് ഷോ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കഴിഞ്ഞ പ്രാവശ്യമായി തന്നെ ഉണ്ട്. അടിപൊളി. 24 എന്ന് പറയുമ്പോൾ 23 തന്നെ അങ്ങനെ അങ്ങോട്ട് പോകണം. കലർ മാത്രം മാറണുള്ളൂ, നമ്മുടെ ജീവിതം മാറണില്ല. കോഴിക്കോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പോകാൻ തോന്നാത്തൊരവസ്ഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മൊഞ്ചാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മലബാർ മേഖലയിൽ എപ്പോഴും ആഘോഷങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ്. നമ്മൾ ഭക്ഷണത്തിലായാലും ആളുകളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലൊക്കെ തന്നെ വളരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചുകൊണ്ട് അങ്ങനെ ഇന്ന ആഘോഷം എന്നൊന്നുമില്ല, എല്ലാം നമുക്ക് ആഘോഷമാണ്. അത് ഈ മലബാറിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് വേണമെങ്കിൽ എറണാകുളം നമുക്ക് കാണാം. പഴി പറയാതെയും കുറ്റപ്പെടുത്താതെയുമാണ് 2023 കോഴിക്കോട്ടുകാർ യാത്രയാക്കിയത്. പ്രതിസന്ധികളെ ഇനിയും തരണം ചെയ്യുക തന്നെ ചെയ്യും. ജനം, കോഴിക്കോട്.